ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാധനം ഞാനത് ചെയ്യുള്ളൂ. കാരണം ഞാൻ അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് വരുന്നതാണ്. ഗ്ലാമറസ് ആയിട്ടുള്ള ഒന്നും ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ അത് പറഞ്ഞതിന് സാറിനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനോട്, സർ എനിക്കിപ്പോ ഒരു 22 വയസ്സാണുള്ളത്. ആൻഡ് ഞാൻ വളരെ റൂറൽ ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ ഷൂട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് പോസിറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവിന്റെ കൂടെ തന്നെ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് വരുന്നുണ്ട്. അത് ഫ്രം ഫാമിലിന്നായിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിക്കോട്ടെ. എല്ലാവരും അതിനെ ഒരു പോസിറ്റീവ് വന്നാൽ കൂടെ, എന്തൊരു കാര്യത്തിനാണെങ്കിലും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടല്ലോ. അപ്പൊ ആളുകൾ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാധനം ഞാനത് ചെയ്യുള്ളൂ. കാരണം ഞാൻ അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് വരുന്നതാണ്. എനിക്ക് സഡൻ ആയിട്ട് എനിക്ക് ഗ്ലാമറസ് ആയിട്ടുള്ള ഒന്നും ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ അത് പറഞ്ഞതിന് സാറിനോട് പറഞ്ഞു. സാർ ഞാൻ കംഫർട്ടബിൾ സാരിയിലാണ്. ഞാൻ സാറിനോട് പറഞ്ഞു, സാർ എനിക്ക് മനസ്സിലായി, ഇറ്റ്സ് ഓക്കെ എന്ന് സാർ തന്നെ പറഞ്ഞു. രാംഗോപാൽ വർമ്മ അദ്ദേഹം ഇങ്ങനെ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് പേര് വിമനൈസർ ആണ്, അതാണ് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട്. ഞാൻ നോക്കുന്നത് ഒരു വ്യക്തി എനിക്ക് തരുന്ന റെസ്പെക്ട്, ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണ്. അദ്ദേഹം എനിക്ക് തരുന്ന റെസ്പെക്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുന്നത്. എന്നോട് വളരെ ഒഫീഷ്യലായി എന്താ പറയാ, ഈ ഒരു മൊമെന്റ് വരെ അദ്ദേഹം വളരെ ഒഫീഷ്യലായി, അതായത് ചോദിക്കുന്ന ആക്ടിങ് ആദ്യം എന്നോട് ചോദിച്ചത് ആക്ടിങ് ഇഷ്ടമാണോ എന്നാണ് എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു അതെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോഴും അദ്ദേഹം നമ്മുടെ കംഫർട്ടാണ് നോക്കി ചോദിച്ചത്. അദ്ദേഹം ഇങ്ങോട്ടേക്കാണ് ചോദിച്ചത്, ആർ യു കംഫർട്ടബിൾ, ഏതിലാണ് എന്നോട് കംഫർട്ടബിൾ, ഇങ്ങോട്ടാണ് ചോദിച്ചത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, സാർ എന്തിനാണ് കംഫർട്ടബിൾ എന്ന് പറഞ്ഞത്. അപ്പം നമ്മുടെ ഒരു കംഫർട്ട് നോക്കിയാണ് സാർ ഇതുവരെയും നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. ആദ്യത്തെ ഘട്ടത്തില് മഞ്ഞ സാരി ആയിരുന്നു വൈറലായത്. രണ്ടാമത്തെ ഘട്ടത്തില് രാംഗോപാൽ വർമ്മ ഇത് ഷെയർ ചെയ്തെന്നുള്ളതാണ്. മൂന്നാമത്തെ ചർച്ച എന്ന് പറയുന്നത് രാംഗോപാൽ വർമ്മയാണ് ഇത് ഷെയർ ചെയ്തെന്നുള്ളതായിരുന്നു ചർച്ച. ഈ മൂന്നാമത്തെ ചർച്ചയിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. അതാണ് കൂടുതൽ പേര് നിങ്ങളെ കുറിച്ചുള്ള ആശങ്ക പങ്കുവെക്കുന്നത്. അപ്പം വീണ്ടും വീണ്ടും ഷെയർ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് സോഷ്യൽ മീഡിയ പുള്ളിയെ വിമർശിക്കുന്നത്. ആ വിമർശനത്തെ ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കി കാണുന്നുണ്ട്. ഈ വിമർശകരോട് പറയാനുള്ള മറുപടി എന്താ? അതായത് ഇവിടെ ആർക്കും അറിയാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമിഷൻ ചോദിച്ചിട്ടാണ് അദ്ദേഹം അത് പോസ്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. അദ്ദേഹം എന്നോട് ഫസ്റ്റ് ആ വൈറ്റ് സാരിയുള്ള റീല് പോസ്റ്റ് ചെയ്യുന്നിട്ട് എന്നോട് ചോദിച്ചു, ക്യാൻ ഐ പോസ്റ്റ് ദിസ് എന്ന് ചോദിച്ചു. അതിനൊക്കെ എത്രയും വലിയൊരു ഡയറക്ടർ എന്നോട് ചോദിക്കുകയാണ് ഞാൻ ഇത് പോസ്റ്റ് ചെയ്തോട്ടെ എന്നുള്ളത്. ആൻഡ് എന്നോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലത് ഈ ഇട്ട എല്ലാ പോസ്റ്റുകളും, ഈ മൊമെന്റ് വരെ ഇട്ട എല്ലാ പോസ്റ്റുകളും, ഓരോ പോസ്റ്റ് ഇടുമ്പോഴും അദ്ദേഹം ചോദിച്ചിട്ടാണ് അത് പോസ്റ്റ് ചെയ്തെന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ എന്നുള്ളത്. അത് തന്നെയാണ് എല്ലാ വിമർശകരോടും പറയാനുള്ളത്. നമ്മളെ കൺസേൺ ചെയ്ത് പറയുന്നവരും ഉണ്ട്. ആൻഡ് സെയിം ടൈം ഈ കമന്റ്സിൽ വന്ന് വളരെ മോശമായിട്ട് പറഞ്ഞിട്ട് പേഴ്സണൽ മെസ്സേജിൽ വന്ന് നമ്മളോട് നല്ല രീതിയിൽ ഫ്ലേർട്ട് ചെയ്ത് മെസ്സേജ് അയക്കുന്നവരുണ്ട്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്.